പതിവ് പോലെ അലി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് പ്രവേശിച്ചപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ വീട്ടിന്റെ ജോലിയിൽ അഗാധമായി ശ്രദ്ധയിലായിരുന്നു. മക്കളെ നോക്കലും വീട് വൃത്തിയാക്കലും എല്ലാം കൂടി ഫാത്തിമ റളിയല്ലാഹു അൻഹ വളരെയേറെ തിരക്കിലായിരുന്നു. ആയതുകൊണ്ട് തന്നെ അലി റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത് കണ്ടിട്ട് പോലും ഒന്ന് ശ്രദ്ധ കൊടുക്കാൻ നിന്നില്ല. സാധാരണവശാൽ അലി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഉടനെ തന്നെ ഓടിച്ചെന്ന് സ്നേഹം കൊണ്ട് പൊതിയുമായിരുന്നു. എന്നാൽ സാധാരണയിൽ നിന്ന് വ്യത്യസ്തപരമായിട്ടുള്ള ഈ ഒരു പെരുമാറ്റം കണ്ട് അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്, നീ എന്നെ കണ്ടിട്ട് പോലും കാണാത്ത കണക്ക് നിൽക്കുന്നത് എന്തിനാണ് എന്ന്. അപ്പോൾ ഫാത്തിമ റളിയല്ലാഹു പറയുന്നൊരു കാര്യമുണ്ട്, ഞാനൊരു യാത്രക്ക് ഒരു വിരുന്നിന് പോകാൻ ആഗ്രഹിക്കുന്നു. തൽക്കാലം മക്കളെയും നിങ്ങളെയും ഞാൻ കൂട്ടാൻ ആഗ്രഹിക്കുന്നില്ല എന്ന്. ഉടനെ തന്നെ തടസ്സമൊന്നും നിൽക്കാതെ അലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, പോകുന്നത് കൊള്ളാം, പക്ഷേ എപ്പോഴാണ് തിരിച്ചു വരുന്നത് എന്ന്, എപ്പോഴാണ് മടക്കമെന്ന്. അപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞൊരു കാര്യമുണ്ട്, അലി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കിയ സന്ദർഭമായിരുന്നു അത്. ഖിയാമത്ത് നാൾ വരെ ഞാനിനി മടങ്ങി വരില്ല. ഉപ്പയായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിലൂടെ പറഞ്ഞു, ഫാത്തിമ, വളരെയേറെ കുറെ നാളായി ഞാൻ നിന്നെ കണ്ടിട്ട്, ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു, ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഫാത്തിമ എന്ന്. ഇത് കേട്ട ഉടനെ ഞെട്ടിത്തരിച്ച് സ്തംഭിച്ചു പോയ അലി റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പൊട്ടിക്കരയുകയാണ് ചെയ്യുന്നത്. കൂടെ ഫാത്തിമ റളിയല്ലാഹു അൻഹയും കരയുകയാണ്. നീ പോയാൽ ഈ ലോകത്ത് ഞാനില്ലാത്തത് പോലെയാണ് ഫാത്തിമ. നീ പോയതിനു ശേഷം ഇനി എത്ര നാൾ ഞാൻ ഈ ലോകത്ത് ജീവിക്കുമെന്നോർത്ത് വളരെ പേടിയാവുകയാണ് ഫാത്തിമ എന്ന്. ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ സ്നേഹത്തെ പറ്റി നോക്കുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെയും അലിയാർ തങ്ങളുടെയും ജീവിതമാണ് അവരെല്ലാം മാതൃകയാക്കേണ്ടത്. വഫാത്തിന്റെ സന്ദർഭത്തിൽ പോലും തന്റെ ശരീരം അന്യരായ മറ്റാരും കാണല്ലേ എന്ന് വസിയത്ത് ചെയ്തു പോയ ഫാത്തിമ റളിയല്ലാഹു അൻഹ തന്നെയാണ് ഈ ലോകത്തിലെ എല്ലാ സ്ത്രീകളുടെയും അത്ഭുതം. ആ വഫാത്ത് ദിനം ഒരു റമദാൻ 3-നായിരുന്നു. ഇന്ന് റമദാൻ 3-ആണ്. അവിടത്തേക്ക് വേണ്ടി ഒരു ഫാത്തിഹ നമുക്ക് അതിയെ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കൂടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നാളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ.